കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 17 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 18 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കുന്നതിന് സമയമെടുക്കാം. മകനെ തിമോഥെയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. മകനെ തിമോഥെയോസേ, ആ വിളി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ലേഖനം തുടങ്ങുമ്പോൾ തന്നെ വിശ്വാസത്തിൽ നിജപുത്രനായ തിമോഥെയോസിന് സത്യമായും എൻ്റെ പുത്രനായിരിക്കുന്ന, വിശ്വാസത്തിൽ എൻ്റെ പുത്രനായിരിക്കുന്ന തിമോഥെയോസിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം ആരംഭിക്കുന്നത് തന്നെ. അതിനുശേഷം മകനെ എന്ന് വിളിക്കുന്ന ആ ഒരു ഊഷ്മളമായ വിളി, ആ വാത്സല്യത്തോടു കൂടിയുള്ള വിളി യഥാർത്ഥത്തിൽ ആത്മീക ശുശ്രൂഷകൾ ചെയ്യുന്നവർക്കിടയിൽ ഈ നിലയിലുള്ളതായ ഒരു ഐക്യവും സ്നേഹവും പരസ്പര ബഹുമാനവും വാത്സല്യവും ഒക്കെ ഏറെ ആവശ്യമാണ്. അതാണ് സഭയുടെ ശരിയായ നല്ല മുമ്പോട്ട് പോക്കിന് ഏറ്റവും ആധാരമായിരിക്കുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് ലോകത്തിലേക്ക് നോക്കിയാൽ സഭകളിൽ ശുശ്രൂഷ രംഗത്തുള്ള ആളുകൾ പോലും അവർ തമ്മിൽ ഐക്യമില്ലാതെ ഇരിക്കുന്നതായ അവസ്ഥകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ തമ്മിൽ യോജിപ്പില്ല. അവർ തമ്മിൽ ഒരു യോജിപ്പില്ല എങ്കിൽ പിന്നെ യോജിപ്പിനെ കുറിച്ച് എങ്ങനെയാണ് സഭയിൽ അവർക്ക് പഠിപ്പിക്കുവാനായിട്ട് കഴിയുക? അവരതങ്ങനെ പഠിപ്പിക്കുകയുമില്ല. അതുകൊണ്ട് സഭയിലും സ്വാഭാവികമായിട്ട് ഐക്യമൊന്നും മിക്കവാറും ഒരു സഭകളിലും ഇല്ല എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വളരെ മറ്റൊരു വിരോധാഭാസം ഇന്ന് അനേക സഭകളിലും ഉണ്ടാകുന്നത് ശുശ്രൂഷകന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം പലപ്പോഴും ഉണ്ടാക്കുന്നത് സഭയിലെ സഭാംഗങ്ങൾ തന്നെയാണ്. അവരെ ഏതെങ്കിലും ഒരു ശുശ്രൂഷകന്റെ പക്ഷം പിടിച്ച് അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനെ ഏതെങ്കിലും നിലയിൽ, പല നിലയിൽ സ്വാധീനിക്കുവാനായിട്ട് ആളുകൾക്ക് കഴിയും, ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾക്ക് കഴിയും. അങ്ങനെ സ്വാധീനിച്ച് പല, കൊരിന്ത്യ ലേഖനത്തിൽ നാം കാണുന്നത് പോലെ പൗലോസിന്റെ പക്ഷക്കാരൻ, അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, കേഫാവിന്റെ പക്ഷക്കാരൻ, ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെയുള്ള വളരെ ദൈവവചന വിരുദ്ധമായ ഗ്രൂപ്പുകൾ സഭകളിൽ ഇന്നുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെയൊക്കെയാണ് മിക്കവാറും എല്ലാ സഭകളിലും ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊന്നും ഒരു സഭയിൽ ഉണ്ടായാൽ ആ സഭയെ സഭ എന്ന് വിളിക്കുവാനായിട്ട് കഴിയുകയില്ല. കാരണം സഭയാകണമെങ്കിൽ, ഒരു കൂട്ടത്തെ സഭയാകണമെങ്കിൽ, സഭ എന്ന് വിളിക്കണമെങ്കിൽ ആ കൂട്ടം ഒരു ശരീരം എന്ന പോലെ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. നാം അതിനെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. ഒരു ശരീരം എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഹൃദയമേ ഉള്ളൂ, ഒരു മനസ്സേ ഉള്ളൂ, ഒരു വായേ ഉള്ളൂ. അതുപോലെ ഒരു കൂട്ടം പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ആ സഭയ്ക്ക് ശരിക്കും, ആ കൂട്ടത്തിന് ശരിക്കും സഭ എന്ന് പേര് വിളിക്കാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ ആ ഐക്യം നഷ്ടപ്പെട്ടിടത്ത്, ആ സ്നേഹം നഷ്ടപ്പെട്ടിടത്താണ് വെളിപ്പാട് പുസ്തകത്തിൽ എഫേസ്യ സഭയെക്കുറിച്ച് പറയുമ്പോൾ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും എന്നുള്ള മുന്നറിയിപ്പൊക്കെ കൊടുക്കുന്നത് നാം കാണുന്നത്. അതുകൊണ്ട് ഒരിക്കലും ആരെങ്കിലും അങ്ങനെ സഭയ്ക്കുള്ളിൽ ഒരു പ്രത്യേക സഭ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുവാനായിട്ട് ശ്രമിച്ചാൽ അതിനെ എപ്പോഴും വിശ്വാസികൾ അത് അറിഞ്ഞ് അതിന് കൂട്ടുനിൽക്കുകയോ അതിനോട് ചേർന്ന് നിൽക്കുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അങ്ങനെയുള്ളവരോട് കൂട്ടുകൂടുകയോ ചെയ്യുവാനായിട്ട് പാടുള്ളതല്ല. അത് സഭയെ ഭിന്നിപ്പിക്കുന്നതും സഭയെ മുറിവേൽപ്പിക്കുന്നതും സഭ എന്ന് പേരിന് പോലും ആ കൂട്ടത്തിന് യോഗ്യതയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അത് എത്തിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ മകനെ തിമോഥെയോസേ എന്ന് വിളിക്കുന്ന വിളി അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ എന്ന് വിളിക്കുന്നതും അതുപോലെ ഊഷ്മളമായിട്ടുള്ള ഒരു വിളിയാണ്. സഹോദരനെയും സഹോദരിയെയും, തങ്ങളുടെ കൂട്ടുവിശ്വാസികളെ സ്വന്തം സഹോദരനെ പോലെയും സഹോദരിയെ പോലെയും ഹൃദയത്തിൽ കാണാതെ അങ്ങനെ വിളിക്കുന്നതിൽ പ്രത്യേകിച്ച് ഒരർത്ഥവുമില്ല എന്നുള്ളതും ശരിയാണ്. നാം പലപ്പോഴും പഠിച്ചിട്ടുണ്ടല്ലോ, സഭ എന്ന് പറയുന്ന ഒരു കൂട്ടുകുടുംബമാണ്. വല്യപ്പനും അപ്പനും അതുപോലെ സഹോദരന്മാരും സഹോദരിമാരും മക്കളും ഒക്കെ അടങ്ങുന്ന ഒരു കൂട്ടുകുടുംബമാണ് സഭ. അപ്പോൾ അവിടെ
മകനെ എന്ന് വിളിക്കാനും അപ്പ എന്ന് വിളിക്കാനും അല്ലെങ്കിൽ അപ്പന്റെ പങ്ക് വഹിക്കുന്നതായ, അപ്പന്റെ ഉത്തരവാദിത്വം വഹിക്കുന്നതായ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും ഉത്തരവാദിത്വം വഹിക്കുന്നതായിട്ടുള്ള ആളുകളൊക്കെ ആ സഭയിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നാം വിളിക്കുന്നു എന്നുള്ളതിനപ്പുറം അതിന്റെ ഉള്ളിൽ നാം അർത്ഥമാക്കി വിളിക്കേണ്ടത് ആവശ്യമാണ്. ശരി മകനെ തിമോത്തിയോസെ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം. തിമോത്തിയോസിനെ കുറിച്ച് ഒരുപക്ഷെ തിമോത്തിയോസിന് മേൽ കൈവച്ച് തിമോത്തിയോസിന് വേണ്ടി പ്രാർത്ഥിച്ച് ശുശ്രൂഷയ്ക്കാക്കിയ സമയത്ത് ആ സഭയിലെ മൂപ്പന്മാർ തിമോത്തിയോസിൽ കണ്ടിരിക്കുന്നതായിട്ടുള്ള ദൈവകൃപ അതിനെക്കുറിച്ച് തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടാവണം. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നതാണ്. നമുക്കറിയാമല്ലോ, ഏതെങ്കിലും ഒരു ശുശ്രൂഷയ്ക്ക് ഒരാളെ ആക്കുമ്പോൾ എന്ത് വിളിയാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് ദൈവത്തിനുള്ളത് എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് ഒരാളെ നിയമിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള മൂപ്പന്മാർ തീർച്ചയായിട്ടും തിമോത്തിയോസിനെ കുറിച്ച് ഉള്ള ദൈവിക പരിപാടി എന്ത് എന്ന് അവർക്ക് കിട്ടിയ വെളിച്ചം അവർ മനസ്സിലാക്കിയതിനനുസരിച്ച് അത് തിമോത്തിയോസിനോട് പറഞ്ഞിട്ടുണ്ടാവണം. അതായിരിക്കണം പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലന്റെ തലയിൽ കൈവച്ച കൂട്ടത്തിൽ, തന്നെ നിയമിച്ചാക്കിയതിന്റെ കൂട്ടത്തിൽ പൗലോസ് അപ്പോസ്തലനും ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ലേഖനം അതിന്റെ ശേഷം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അന്നത്തെ തിമോത്തിയോസിനോട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ആളാണ്. അതാണ് പൗലോസ് അപ്പോസ്തലന്റെ മനസ്സിൽ ഈ വാക്കുകൾ എഴുതുമ്പോൾ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ന്യായമായിട്ടും ചിന്തിക്കാനായിട്ട് കഴിയും. പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. അപ്പോൾ തിമോത്തിയോസിനെ ഒരു ആജ്ഞ ഏൽപ്പിക്കുന്നതിന്റെ അടിസ്ഥാനം ആ ആജ്ഞ അനുസരിച്ച് ദൈവസഭയിലെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ തിമോത്തിയോസിന് ദൈവം കൃപകളെ കൊടുത്തിട്ടുണ്ട് എന്ന് തിമോത്തിയോസിനെ ഈ ശുശ്രൂഷയ്ക്ക് ആക്കി വെച്ചപ്പോൾ അവിടുത്തെ മൂപ്പന്മാർക്ക് ബോധ്യപ്പെടുകയും അത് പരസ്യമായി പറഞ്ഞിട്ടുള്ളതുമാണ്. പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് കേൾവിയും അതുപോലെ തന്നെ ബോധ്യവും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തന്നോട് പറയുന്നത്, ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. അപ്പോൾ ആജ്ഞ എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. എന്താണ് ആജ്ഞ? ആജ്ഞ എന്ന് പറയുന്നത് അന്യത ഉപദേശിക്കരുത്. അതായത് ദൈവവചനത്തിൽ, പുതിയ നിയമത്തിൽ അപ്പസ്തോലന്മാര് പഠിപ്പിച്ചതായിട്ടുള്ള ഉപദേശത്തിനപ്പുറം നിങ്ങൾ ഉപദേശിക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ കെട്ടുകഥകളും അന്തമില്ലാത്ത വംശാവലികളും തർക്കങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാനായിട്ട് നിൽക്കാൻ പാടില്ല, പഠിപ്പിക്കുവാനായിട്ട് പാടില്ല, കേൾക്കുവാനായിട്ട് പാടില്ല. ന്യായപ്രമാണം എടുത്തുകൊണ്ട്, ന്യായപ്രമാണ പുസ്തകം എടുത്തുകൊണ്ട് പുതിയ നിയമസഭയെ പുതിയ നിയമത്തിലെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് എഫെസോസിലെ സഭയിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ആ ഒരു പ്രശ്നത്തെ കുറിച്ച് നമുക്ക് തുടർന്നുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോഴും അതെങ്ങനെയാണ് ആ സഭയെ ബാധിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്നും ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ പഴയ നിയമ പഠനം എന്ന് പറയുന്നത് അത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് കൊടുത്തതായിട്ടുള്ള നിയമവും കർത്താവായ യേശു ക്രിസ്തു തന്റെ രക്തത്താൽ സ്ഥാപിച്ചതായിട്ടുള്ള നിയമവും ഇത് രണ്ടും രണ്ടാണ്. മോശയ്ക്ക് കൊടുത്തതായിട്ടുള്ള നിയമങ്ങൾ ഒരു നിഴലായും അതിന്റെ പൊരുളായി, അതിന്റെ യാഥാർത്ഥ്യമായി, അതിന്റെ അന്ത്യമായി കർത്താവായ യേശു ക്രിസ്തു തന്റെ രക്തത്താൽ സ്ഥാപിച്ചതായിട്ടുള്ള നിയമമാണ് ഇരിക്കുന്നത്. ഇതിനെ തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുകയോ അല്ലെങ്കിൽ പുതിയ നിയമ സഭയിൽ പഴയ നിയമ പ്രമാണങ്ങളെ അതിന്റെ പശ്ചാത്തലത്തിൽ പഠിപ്പിച്ച് വിശ്വാസികളെ തെറ്റിക്കുകയോ ചെയ്യുവാനായിട്ട് ഒരിക്കലും പാടില്ലാത്തത് ആകുന്നു. അപ്പോൾ അതാണ് അത് ന്യായോചിതമായിട്ട് ന്യായപ്രമാണം ഉപയോഗിച്ചാൽ അത് നല്ലതാണ് എന്നൊക്കെ നമ്മൾ കണ്ടല്ലോ. ന്യായപ്രമാണം നല്ലത് തന്നെ, പക്ഷെ അതിനെ ന്യായോചിതമായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ പഴയ നിയമത്തിലെ ഏത് പുസ്തകങ്ങളും ഈവൻ നമ്മളെ സങ്കീർത്തനങ്ങളൊക്കെ നാം വായിക്കുമ്പോഴും അതിനെ ന്യായോചിതമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. പുതിയ നിയമ വെളിച്ചത്തിലാണ് പഴയ നിയമത്തെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടത് ആവശ്യമുള്ളത്. അതല്ലാതെ പഴയ നിയമത്തിലെ പുസ്തകങ്ങളെ അല്ലെങ്കിൽ വാക്യങ്ങളെ നാം വിശദീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ നിയമ പ്രമാണങ്ങളിൽ നിന്നും അതേറെ ദൂരെ പോകും എന്നുള്ളതും നമുക്കറിയാമല്ലോ. അപ്പോൾ ന്യായോചിതമായിട്ട് പഴയ നിയമത്തെ ഉപയോഗിക്കുവാൻ നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ന്യായപ്രമാണം പഠിപ്പിക്കുന്നത് ദോഷമായിട്ട് വരും എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നതിന് അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ
ഈ പഴയ നിയമ പ്രമാണങ്ങളെ, പഴയ ഉടമ്പടിയിലെ പ്രമാണങ്ങളെ അവിടെ ഉണ്ടായിരുന്നതായ ഒരു പക്ഷേ യഹൂദ പശ്ചാത്തലമുള്ള പാരമ്പര്യമുള്ളതായിട്ടുള്ള ആളുകൾ അവരെ എങ്ങനെ യഹൂദ സിനഗോഗുകളിൽ എങ്ങനെ പഠിപ്പിച്ചുവോ അതേ നിലയിൽ ന്യായപ്രമാണത്തെ പുതിയ നിയമസഭകളിൽ പഠിപ്പിച്ചു എന്നുള്ളത് ഒത്തിരി പ്രശ്നങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആജ്ഞ എന്ന് പറഞ്ഞാൽ അവിടെ താമസിച്ചുകൊണ്ട് അതിനെയൊക്കെ ശരിയാക്കണം, അതിനെയൊക്കെ തിരുത്തണം എന്നുള്ളതായ ആജ്ഞയാണ് തിമോത്തിയോസിന് പൗലോസ് അപ്പോസ്തലൻ കൊടുക്കുന്നത്. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലനോട് തിമോത്തിയോസിനോട് അപ്പോസ്തലൻ പറയുന്നതായിട്ടുള്ളൊരു കാര്യം വിശ്വാസവും നല്ല മനസാക്ഷിയും. ഈ വിശ്വാസവും നല്ല മനസാക്ഷിയും എന്നുള്ള രണ്ട് വാക്കുകൾ അതിനോട് കൂടി ശുദ്ധഹൃദയം എന്നുള്ള ഒരു വാക്കുകൂടി പൗലോസ് അപ്പോസ്തലൻ തന്നെ കുറിച്ച് പറയുന്നുണ്ട്. 5-ാമത്തെ വാക്യം പഠിച്ചപ്പോൾ നാം അത് പഠിക്കുകയുണ്ടായി. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ കാര്യത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുക, എന്താ പറയുന്നേ? നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. അപ്പോൾ യുദ്ധസേവ ചെയ്യാൻ അല്ലെങ്കിൽ ആത്മീയമായ ശുശ്രൂഷകൾ ചെയ്യുവാൻ തെറ്റായി പഠിപ്പിക്കുന്നിടത്ത് അത് ശരിയായി പഠിപ്പിക്കുവാനായിട്ട് വേണ്ടുന്നതായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിർവ്യാജ വിശ്വാസം, നല്ല മനസാക്ഷി. ശുദ്ധഹൃദയം നമ്മുടെ എഴുതിയിട്ടില്ലെങ്കിലും അതും അവിടെ വരും എന്നുള്ളത് നമുക്കറിയാമല്ലോ. ശുദ്ധഹൃദയവും നല്ല നിർവ്യാജ വിശ്വാസവും നല്ല മനസാക്ഷിയും ഒക്കെ പൗലോസ് അപ്പോസ്തലൻ ഉള്ളതുപോലെ തന്നെ അതൊക്കെ തിമോത്തിയോസിനും ഉണ്ടായിരിക്കണം. അതായിരിക്കണം നിന്റെ ശുശ്രൂഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പ്രബോധനമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സഭയിൽ പഠിപ്പിക്കുവാനും സഭയെ മുൻപോട്ട് നയിക്കുവാനും ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ ഉള്ളവനായിട്ട് അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. അവയെ അനുസരിച്ചെന്ന് പറഞ്ഞാൽ ഈ പ്രവചനങ്ങൾക്കനുസരിച്ച്, തന്നെ കുറിച്ചുണ്ടായ പ്രവചനങ്ങൾക്കനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. അപ്പോൾ ദൈവസഭയിൽ ദൈവവചനം അതിന്റെ കൃത്യതയിൽ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുക, അതൊരു യുദ്ധമാണ്. എവിടെയാണ് യുദ്ധം ആവശ്യമായി വരുന്നത്? യുദ്ധം ആവശ്യമായിട്ട് വരുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നിടത്താണ്. നമുക്കറിയാമല്ലോ, ഇങ്ങോട്ട് ആക്രമിക്കപ്പെടുന്നിടത്ത് ആണ് യുദ്ധം ആവശ്യമായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ഉപദേശത്താൽ ഒരു സഭ നിറയപ്പെടുമ്പോൾ അവിടെ ഒരു യുദ്ധം ആവശ്യമാണ്. പക്ഷെ ആ യുദ്ധം കേവലം ജടികമായിട്ടുള്ള യുദ്ധമോ പോരാട്ടമോ ഒന്നുമല്ല, മറിച്ച് നല്ല മനസാക്ഷിയുടെയും നിർവ്യാജ വിശ്വാസത്തിന്റെയും ശുദ്ധമായ ഹൃദയത്തിന്റെയും അടിസ്ഥാനത്തിൽ നിലനിന്നുകൊണ്ടുള്ളതായ ഒരു ആത്മീക പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ദൈവസഭയിൽ ദൈവവചനം പഠിപ്പിക്കുക എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്ത് നാം പരിശോധിച്ചാൽ ദൈവവചനത്തെ എത്രയേറെ കൂട്ടിക്കളഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആളുകൾക്ക് അവരവരുടേതായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളോ അല്ലെങ്കിൽ അവരെവിടെ നിന്നെങ്കിലും പഠിച്ചിട്ടുള്ളതായ കേട്ടിട്ടുള്ളതായ ഉപദേശങ്ങളോ ദൈവത്തിൽ നിന്ന് ഉപദേശം പ്രാപിക്കാതെ സ്വയമായി സങ്കല്പിച്ചും ഇവിടെ നിന്നുമൊക്കെ കോപ്പിയടിച്ചും ഒക്കെ ആണ് ഇന്ന് അനേകരും പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കുന്നതിലും തെറ്റുണ്ട്, അത് കേൾക്കുന്നവരിലും അത് തെറ്റുണ്ട്. അപ്പോൾ ദൈവവചനം പഠിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു നിസ്സാര കാര്യമല്ല. പ്രത്യേകിച്ച് തെറ്റായിട്ടുള്ളതായ പഠനങ്ങൾ നിലനിൽക്കുന്നതായിട്ടുള്ളൊരു ലോകത്തും അത് നിലനിൽക്കുന്നതായിട്ടുള്ളൊരു ഹൃദയത്തിലേക്കും സത്യവചനത്തെ പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പോരാട്ടമാണ്. നമുക്കറിയാമല്ലോ, പലപ്പോഴും ദൈവവചനം എത്രയേറെ നാം പഠിച്ചു കഴിഞ്ഞാലും ഈ പഴയത് നമ്മൾ പഠിച്ചതായിട്ടുള്ള പഴയ ഉപദേശത്തിന്റെ മട്ടുകൾ എപ്പോഴും നമുക്ക് ഒരു ശല്യമായിട്ട് അല്ലെങ്കിൽ ഒരു ദോഷമായിട്ടിരിക്കും. അത് ഞാൻ പലപ്പോഴും പലരുടെയും, നമ്മുടെ സഭയെക്കുറിച്ചല്ല പറയുന്നത്, പലരുടെയും പ്രാർത്ഥനയിലും പ്രബോധനത്തിലും ഒക്കെ പണ്ട് പഠിച്ചതായിട്ടുള്ള തെറ്റായിട്ടുള്ള ഉപദേശത്തിന്റെ ചില പിശകുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതങ്ങനെ വരിക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഒരു വലിയ പോരാട്ടത്തിലൂടെ ദൈവസഭയിൽ സത്യവചനം
പഠിപ്പിക്കുന്നത് ഒരു വലിയ പോരാട്ടമാണ്. അസത്യമായി നാം കേട്ടതും ശീലിച്ചതും നമ്മുടെ മനസ്സിൽ ഉറച്ചിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നീക്കം ചെയ്യുകയും അങ്ങനെയുള്ളതായിട്ടുള്ള തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ സഭകളിൽ കടന്നുകൂടുവാൻ ഇടവരാതിരിക്കുകയും ചെയ്യേണ്ടതിന് ഒരു പോരാട്ടം ആവശ്യമാണ്. അതുകൊണ്ടാണ് യുദ്ധസേവ ചെയ്യുക എന്ന് തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത്. പക്ഷേ ആ യുദ്ധസേവ എന്ന് പറയുന്നത് ശുദ്ധഹൃദയവും വിശ്വാസവും മനസ്സാക്ഷിയും നല്ല മനസ്സാക്ഷിയും ഒക്കെ ഉള്ളവരായിട്ട് വേണം. 19ാമത്തെ വാക്യത്തിൽ ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ നല്ല മനസ്സാക്ഷി ചിലർ തള്ളിക്കളഞ്ഞു, അതുകൊണ്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. എങ്ങനെയാണ് ഈ നല്ല മനസ്സാക്ഷി തള്ളിക്കളയുന്നത്? ദൈവജനത്തിൽ നിന്നും ഇപ്പൊ എഫെസോസിലെ സഭ എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിച്ചതായിട്ടുള്ള സഭയാണ്. അവിടെ ശുദ്ധമായിട്ടുള്ള ദൈവവചനം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഉള്ളതായിട്ടുള്ള ആളുകൾക്ക് അതൊക്കെ കേട്ടവരും പഠിച്ചവരും ഒക്കെയാണ്. പക്ഷേ പിന്നീട് കാലക്രമത്തിൽ അവരുടെ ഉള്ളിലേക്ക് തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ അവർ സഭയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവര് അങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവരുടെ മനസാക്ഷി, ദൈവാത്മാവ് അവരുടെ മനസാക്ഷിയിലൂടെ അവരോട് സംസാരിക്കും, അത് തെറ്റാണ് എന്നുള്ളതായ കാര്യം. അങ്ങനെ ഒരു ബോധ്യം അത് നമ്മുടെ മനസാക്ഷി നമ്മളോട് പറയും. അത് ആത്മാവ് നൽകുന്നതായിട്ടുള്ള ചില ബോധ്യങ്ങളാണ്. അവന്റെ അഭിഷേകം നിങ്ങളെ സകലതും പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നാം നമ്മുടെ മനസാക്ഷി നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ കൂട്ടാക്കാതെയോ അതിന് വിരുദ്ധമായിട്ട് നാം നിൽക്കുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മനസാക്ഷി നമ്മളോട് സംസാരിക്കുന്നത് നിൽക്കും. ആദ്യമൊക്കെ നമുക്ക് മനസാക്ഷിയുടെ ശബ്ദത്തെ കേൾക്കാതിരിക്കുമ്പോൾ വലിയ പ്രയാസമൊക്കെ ഉണ്ടാവും. എന്നാൽ പിന്നെ ആ പ്രയാസം കുറഞ്ഞു 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 വന്ന് മനസാക്ഷി തന്നെ പ്രതികരിക്കാത്ത ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ പിന്നെ സംഭവിക്കുന്നത് ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു മനസാക്ഷിയല്ല, ദൈവവചനത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു മനസാക്ഷിയല്ല, രൂപാന്തരപ്പെട്ട ഒരു മനസാക്ഷിയല്ല, മറിച്ച് നാം തന്നെ നമ്മുടെ മനസാക്ഷിയെ തെറ്റായിട്ടുള്ള നിലയിൽ എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതിനെക്കുറിച്ചാണ് ഇതേ ലേഖനത്തിൽ അതിൻ്റെ 4-ാം അധ്യായത്തിൽ അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും എന്ന് നാം വായിക്കുന്നത്. സ്വന്തം മനസാക്ഷിയിൽ ചൂട് വെച്ചവരായി. അപ്പോൾ അവരുടെ ചൂട് എന്ന് പറയുന്നത് അത് അവരിൽ നിന്ന് തന്നെ ഉളവാകുന്നതായ ചില കാര്യങ്ങളാണ്. ഭക്തിയുടെ ചില പ്രമാണങ്ങൾ, വിവാഹം വേണ്ട, ഭക്ഷണം ഇന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല, കുടിക്കാൻ പാടില്ല, അങ്ങനെ വെള്ളം, അങ്ങനെയുള്ള ഭക്ഷണത്തെ സംബന്ധിച്ചോ വിവാഹത്തെ സംബന്ധിച്ചോ ഒക്കെ സ്വന്തം നിലയിൽ സ്വയത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം ജഡത്തിൽ നിന്ന് ഉളവാകുന്നതായ ഉപദേശങ്ങളെ സഭയിൽ പഠിപ്പിക്കും. അതിന് ദൈവാത്മാവിന്റെയോ ദൈവവചനത്തിന്റെയോ യാതൊരു സാധുതയും കയ്യൊപ്പും ഇല്ലാത്തതാണ്. അപ്പോൾ ദൈവാത്മാവിന്റെ സ്വരത്തിന് നാം ചെവി കൊടുക്കാതെ ഇരുന്നാൽ പിന്നെ നാം തന്നെ സംസാരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസാക്ഷി തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നത്. അതായത് മനസാക്ഷി നമ്മളോട് സംസാരിക്കുമ്പോൾ നാം അതിന് കേൾക്കാതെ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു എന്ന് അവിടെ പറയുവാനായിട്ട് ഇടയായത്. അതിന്റെ ഫലമായിട്ട് എന്താണ് സംഭവിച്ചത്? ഇപ്പൊ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളതല്ല അവിടെ പറയുന്നത്. അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. എന്താണ് വിശ്വാസ കപ്പൽ എന്ന് പറയുന്നതായ ഒരു പ്രയോഗത്തിന്റെ ആവശ്യം എന്താണ്? അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവർ പിന്മാറ്റത്തിൽ പോയെന്നോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം പോയിപ്പോയെന്നൊന്നും അല്ല പറയുന്നത്. അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. ഇവിടെ വിശ്വാസത്തെ ഒരു കപ്പലിനോട് ചേർത്ത് ഉപയോഗിച്ചിരിക്കുകയാണ്. ഒരു കപ്പല് ഒരു സ്ഥലത്ത് നിന്നും അതിന്റെ ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നു. എന്നാൽ ആ കപ്പല് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടത് കടലിൽ തകർന്നു പോകുന്നത് പോലെ വിശ്വാസത്താൽ ആരംഭിച്ച് വിശ്വാസത്താൽ തുടരേണ്ടതായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മളുടെ ക്രിസ്തീയ ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ നിത്യതയിലേക്കുള്ള ജീവിതം എന്ന് പറയുന്നത്. വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ട് പിന്നെ വിശ്വാസത്താൽ തന്നെയാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ രക്ഷ വിശ്വാസത്താലാണ്. ആ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസത്തിന്റെ ഒരു ആവശ്യമില്ല എന്നുള്ളത് അല്ല. നമുക്കറിയാമല്ലോ, വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയവും, അങ്ങനെ വിശ്വാസത്തോട് കൂട്ടേണ്ടതായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരുകയും വിശ്വാസത്തിൽ നിലനിൽക്കുകയും ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്.
വിശ്വാസത്താൽ വീണ്ടും ജന്മം പ്രാപിച്ചു, അല്ലെങ്കിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു, വിശ്വാസത്താൽ നാം ഓരോ നിമിഷവും ഓരോ ദിവസവും ജീവിക്കുന്നു. എന്നാൽ ഒരു കപ്പൽ നടുക്കടലിൽ വെച്ച് പോകുന്നത് പോലെ, തകർന്നു പോകുന്നത് പോലെ, ഈ നമ്മുടെ നല്ല മനസ്സാക്ഷിയെ, അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള മനസ്സാക്ഷിയുടെ ശബ്ദത്തെ നാം കേൾക്കാതെ നാം നമ്മുടെ തന്നെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു വിശ്വാസ കപ്പൽ തകർന്നു പോകും എന്നുള്ള ഒരു നിലയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മുഴുവൻ കാര്യങ്ങൾ നമുക്ക് പറയുവാനായിട്ട് കഴിയില്ല. എന്തായാലും ആ ഒരു വിശ്വാസ കപ്പൽ തകർന്നു പോയി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ ഹ്യൂമനിയോസ്, അലക്സാണ്ടർ എന്ന് പറയുന്ന രണ്ടാളുകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അവരെ കുറിച്ച്, ഹ്യൂമനിയോസിനെ കുറിച്ച് വീണ്ടും രണ്ടാമത്തെ ലേഖനത്തിൽ ഒരു പരാമർശം വരുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു ഇവിടെ അവര് യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരും ന്യായപ്രമാണത്തെ ദൈവസഭയിൽ അയോഗ്യമായി, ന്യായോചിതമായി ഉപയോഗിക്കാതെ പഠിപ്പിച്ചവരുമായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ന്യായപ്രമാണത്തെ ന്യായോചിതമായി നാം മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ അത് നമ്മളുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകുന്നതിനും വരെ ഇടയാക്കാം എന്നുള്ളതാണ്. അപ്പോൾ എത്രയോ പ്രാധാന്യമാണ് ഈ നാം ദൈവജനത്തെ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഗൗരവത്തിൽ എടുക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ചിലരുടെ പേര് വരെ ഇവിടെ പൗലോസ് പുസ്തകം എടുത്തു പറയുകയാണ്. ഹ്യൂമനിയോസും അലക്സാണ്ടറും അവരുടെ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അതുകൊണ്ടാണ് യുദ്ധസേവ ചെയ്യുകയെന്നും നീ അവിടെ താമസിച്ച് ഇതൊക്കെ ക്രമപ്പെടുത്തണമെന്നും ഒക്കെ ഈ തിമോത്തിയോസിനോട് പറയുവാനായിട്ടുള്ള കാര്യം. മറ്റൊരാളെ അയക്കാതെ എന്തുകൊണ്ട് തിമോത്തിയോസിനെ അയച്ചു എന്ന് ചോദിച്ചാൽ അതിനും ഒരു കാരണമുണ്ട്. തൻ്റെ സഹവിശ്വാസി, കൂട്ടുവേലക്കാരൻ എന്നുള്ളത് മാത്രവുമല്ല, ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രത്യേക ദൈവകൃപ തിമോത്തിയോസിനുണ്ട് എന്നുള്ളത് തന്നെ കുറിച്ചുള്ള പ്രവചനത്തിൽ തന്നെ ഈ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചപ്പോൾ അങ്ങനെയുള്ള ഒരു നിയോഗവും ഒരു വെളിപ്പാടും അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് തിമോത്തിയോസിനെ അത് ഏൽപ്പിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് എല്ലാവരെയും ഒന്നും ഏൽപ്പിക്കുവാനായിട്ട് കഴിയില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇങ്ങനെയുള്ള ഉപദേശ പിശകുകളെയൊക്കെ മനസ്സിലാക്കാനും അതിനെ പഠിപ്പിക്കാനും തിരുത്താനും ഒക്കെ അതിനുവേണ്ടി ദൈവം പ്രത്യേകം കൃപ കൊടുത്തിരിക്കുന്നതായ ആളുകൾക്ക് മാത്രമേ അത് ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ അത് സഭയിൽ വലിയ പ്രശ്നങ്ങളും സഭകളുടെ തകർച്ചയ്ക്കും കാരണമാകും. നമ്മുടെ കൃപാവരങ്ങൾക്കനുസരിച്ചിട്ടാണ് നാം ദൈവസഭയിൽ ശുശ്രൂഷ ചെയ്യേണ്ടത്. നമുക്ക് ഉള്ള കൃപാവരങ്ങളെ തിരിച്ചറിയേണ്ടത് അതിന് വളരെ പ്രാധാന്യമുള്ളതായിട്ടൊരു കാര്യമാണ്. നമുക്കറിയാമല്ലോ, ഒരു വാഹനം ഓടിക്കുമ്പോൾ അവിടെ ഡ്രൈവറിന് ഒരു ഉത്തരവാദിത്വമുണ്ട്, കണ്ടക്ടർക്ക് വേറൊരു ഉത്തരവാദിത്വമുണ്ട്, അവിടെ അതിന്റെ മെക്കാനിക് അല്ലെങ്കിൽ അതിന്റെ കിളി എന്നൊക്കെ നമ്മൾ പറയുന്ന ആളുകൾ, അവർക്ക് പ്രത്യേകം ഉത്തരവാദിത്വമുണ്ട്. ഒരുപക്ഷെ ഡ്രൈവിംഗ് അറിയത്തില്ലാത്ത കണ്ടക്ടർ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നാൽ ആ വാഹനം പോകുന്നത് എങ്ങോട്ടാണ്? നാം ഇവിടെ വായിച്ചതുപോലെ അത് ഒരു കപ്പൽ ഛേദത്തിലേക്ക്, അല്ലെങ്കിൽ വിശ്വാസ കപ്പൽ തകർന്നു പോകുന്നു എന്നുള്ള നിലയിൽ ഒരു ആപത്തിലേക്കാണ് അത് പോവുക. അപ്പോൾ പലപ്പോഴും പല സഭകളിലും പല സഹോദരന്മാരെ കുറിച്ചും ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുമുള്ളതായിട്ടുള്ളൊരു കാര്യം, ആവശ്യമില്ലാത്തിടത്തൊക്കെ അവർക്ക് വിളിയില്ലാത്ത, അവർക്ക് നിയോഗമില്ലാത്ത, അവർക്ക് കൃപാവരം ലഭിച്ചിട്ടില്ലാത്ത മേഖലകളിൽ അവർ പോയി കൈകടത്തുകയും അത് ചെറിയൊരു പ്രശ്നത്തെ അവര് വലിയതാക്കുകയും ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില സഭകളിലൊക്കെ അങ്ങനെ ചെറിയ കുടുംബ പ്രശ്നങ്ങളിൽ ആളുകൾ ഇടപെട്ട് അത് പിന്നെ ഒരു വലിയ കുടുംബ പ്രശ്നമായി തീർക്കുന്നതായ കാര്യങ്ങൾ ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുവാനായിട്ടുള്ള ഒരു കൃപാവരം ദൈവം നൽകിയിട്ടില്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഭൂഷണമായിട്ടുള്ളൊരു കാര്യം. അത് മാത്രമേ നമുക്ക് പ്രയോജനമാകുകയുള്ളൂ. ഇപ്പോൾ തിമോത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ തനിക്ക് പ്രവചനങ്ങൾക്കൊത്തവണ്ണം തിമോത്തിയോസിനെ ഈ ഒരു ആജ്ഞ ഏൽപ്പിക്കുവാനായിട്ട് പ്രത്യേക കാരണമുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ കൃപാവരങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും പ്രതിസന്ധികളാണെങ്കിലും ചില കൃപാവരം ലഭിച്ചിരിക്കുന്നതായ സഹോദരന്മാർ അതിനകത്ത് ഇടപെട്ട് വളരെ രമ്യമായി അത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നത് നമുക്ക് ധാരാളമായിട്ട് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നാം ഇതൊക്കെയും
അറിയുകയും പഠിക്കുകയും അതിനനുസരിച്ച് നമ്മളുടെ പ്രവർത്തന രീതികളെ നാം ക്രമീകരിക്കേണ്ടതും ആവശ്യമാണ്. അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ ദൂഷണം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് മലയാളത്തിൽ ദൂഷണം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവദൂഷണം എന്നാണ് യഥാർത്ഥത്തിൽ അവിടെ വരേണ്ടതായിട്ടുള്ള വാക്ക്. അവർ ദൈവദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നാം വീണ്ടും ഇതിനു മുമ്പ് പഠിച്ചതായ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ ഈ ന്യായോചിതമല്ലാതെ ന്യായപ്രമാണത്തെ എടുത്ത് അവരെന്തൊക്കെയോ പറഞ്ഞു. അവർ പറയുന്നത് എന്താണെന്ന് അവർക്കറിയില്ല, അവർ സ്ഥാപിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. അന്യത അവർ ഉപദേശിച്ചു. അതിന്റെ പേരിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സഭയിൽ ഉണ്ടായി. അപ്പോൾ അവര് ദൈവദൂഷണം പറഞ്ഞു എന്നാണ് നാം ഇവിടെ കാണുന്നത്. അവരുടെ പ്രവർത്തനത്തിലൂടെ, സംസാരത്തിലൂടെ, പഠിപ്പിക്കലിലൂടെ അവർ പറഞ്ഞത് ദൈവദൂഷണമാണ്. അപ്പോൾ അത് പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പിശാചിനെ വിളിച്ച് പിശാചിന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല, സഭയിൽ നിന്നും അവരെ മാറ്റി എന്നാണ് അതിന്റെ അർത്ഥം. അതായത് അവർ സഭയിൽ തുടർന്നാൽ ഭിന്നത വരുത്തുന്നവനോട് 1-2 വട്ടം പറഞ്ഞിട്ട് അവരെ ഒഴിക്കുക എന്നുള്ളതാണ്, ബുദ്ധി ഉപദേശിച്ചിട്ട് ഒഴിക്കുക എന്നുള്ളതാണ് പ്രമാണം. സഭയിൽ ഏറ്റവും വലിയ പാപം എന്താണ് എന്ന് ചോദിച്ചാൽ അത് വ്യഭിചാരമല്ല, മോഷണമല്ല, കൊലപാതകവുമല്ല, ഭിന്നത വരുത്തുക എന്ന് പറയുന്നതാണ് ഒരു സഭയിലെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്. കാരണം അത് സഭയെ ബ്ലീഡ് ചെയ്യുന്നതാണ്, സഭയെ കീറി മുറിക്കുന്നതാണ്, യേശുക്രിസ്തുവിന്റെ ശരീരത്തെ കീറി മുറിക്കുന്നതാണ്. അതുകൊണ്ട് സഭയിൽ ഭിന്നത ഉണ്ടാകുന്ന അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടാകുന്നതായിട്ടുള്ള വാക്കുകളോ പ്രവർത്തനങ്ങളോ ആംഗ്യങ്ങളോ ഒന്നും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല എന്നുള്ളത് നാം ഓർക്കണം. അപ്പോൾ ഈ ദൈവവചനം എടുത്തുകൊണ്ട്, അതായത് പഴയ നിയമ പുസ്തകം എടുത്തുകൊണ്ട് അവര് പഠിപ്പിച്ചു. പക്ഷെ അത് ദൈവദൂഷണമായിട്ടാണ് അത് വന്നത്. അപ്പോൾ അത് പറയാതിരിക്കാൻ പഠിക്കണമെങ്കിൽ അവരെ സാത്താനെ ഏൽപ്പിച്ചു, അവരെ പുറത്തേക്ക് വിട്ടു. അപ്പം അവരെ സാത്താനെ ഏൽപ്പിച്ചത് അവരെ എന്നേക്കുമായിട്ട് നശിച്ചു പോയിട്ട് എന്ന് വിചാരിച്ചിട്ടല്ല, മറിച്ച് അവർ ദൈവദൂഷണം പറയാതിരിക്കാൻ അവർ പഠിക്കണം. അവർ ഇത്രയും കാലം പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെ ദൈവദൂഷണപരമായിട്ടാണ് അത് സംഭവിച്ചത്. അത് തർക്കങ്ങൾക്കും വാദങ്ങൾക്കും ഒക്കെ ആയി. അത് പുതിയ ഉടമ്പടിയുടെ പരിധിയിൽ വരാത്ത കാര്യങ്ങളാണ്, ന്യായപ്രമാണത്തിലെ കാര്യങ്ങളാണ് അവർ പഠിച്ചത്. അതുകൊണ്ട് സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ദൈവരാജ്യം ഇന്നത്തെ ആത്മീക ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവസഭയാണ്. ബാക്കി അതിന് പുറമെ ഉള്ളതെല്ലാം സാത്താന്റെ അധീനതയിൽ കിടക്കുന്നതാണ്. കർത്താവിനെ ആ ദേവാലയത്തിന് മുകളിൽ കൊണ്ടുപോയി, മലയിൽ കൊണ്ടുപോയി കർത്താവിനെ എല്ലാം കാണിച്ചു, സർവ്വമഹത്വവും കാണിച്ചതെല്ലാം നിനക്ക് തരാമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ലോകവും അതിന്റെ സകല മഹത്വവും പിശാചിന്റെ കീഴിലാണ്. ഒരാളെ ദൈവസഭയിൽ നിന്ന് മാറ്റി നിർത്തി എന്ന് പറഞ്ഞാൽ പിശാചിന് ഇട്ടുകൊടുത്തു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഒരാൾ ദൈവസഭയിലേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞാൽ അത് പിശാചിന്റെ രാജ്യത്തിൽ നിന്നും രക്ഷപ്പെട്ട് ദൈവരാജ്യത്തിൽ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇവളൊരു സഭ എന്ന് പറയുന്നത് എത്രയോ പ്രാധാന്യമുള്ള, ദൈവം എത്രയോ ശ്രേഷ്ഠമായി കാണുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ ഒരു അധ്യായം നാം പഠിച്ചപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നതായിട്ടുള്ള ദൈവവചനം പോലും നാം എടുത്ത് വായിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ എത്രത്തോളം നാം ശ്രദ്ധാലുക്കളായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. ഒരേ പുസ്തകം അത് സഭയിൽ നിന്ന് ആളുകളെ നീക്കം ചെയ്യത്തക്ക നിലയിലുള്ളതായ പഠിപ്പിക്കലുകൾ വരെ പഠിപ്പിക്കാൻ പര്യാപ്തമാണ്. പ്രിയമുള്ളവരെ, ദൈവവചനത്തിന്റെ നിഷ്കളങ്കമായ നിർമ്മലമായ പഠിപ്പിക്കലാണ് ഒരു മനുഷ്യനെ നിത്യതയിലേക്ക് നയിക്കുന്നത്, വിശ്വാസത്തിൽ നിലനിർത്തുന്നത്. ശുദ്ധ മനസാക്ഷിയും ശുദ്ധ ഹൃദയവുമുള്ളവരായി മനുഷ്യനെ നിലനിർത്തുന്നത് ദൈവവചനത്തിന്റെ ശുദ്ധമായ പഠിപ്പിക്കലാണ്. അതുകൊണ്ടാണ് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം എന്ന് പറയുന്നത്. വചനത്തോട് മായം ചേർത്താൽ അത് വിഷമായി മാറും, അത് പ്രയോജനകരമാകുകയില്ല എന്ന് മാത്രമല്ല, അത് ദോഷമായി തീരും എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നാം എല്ലാവരും ദൈവവചനം കേൾക്കുന്നിടത്തും പഠിക്കുന്നിടത്തും ദൈവാത്മാവിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവാത്മാവിൽ നിന്ന് അത് പ്രാപിക്കുവാൻ, പഠിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതിനുള്ള സഹായം മാത്രമാണ് പലപ്പോഴും പഠിപ്പിക്കുന്ന ആളുകൾ ചെയ്യുന്നത്.
അത് പഠിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരെയും ദൈവാത്മാവാണ് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്കാണ് ആ പഠനം വരുന്നത്. കേവലം നമ്മുടെ ബുദ്ധിയിലുള്ള ഒരു പഠനമായിട്ട് അത് നിലനിൽക്കാനായിട്ട് ഒരിക്കലും പാടില്ല. അത് നമ്മുടെ വിശ്വാസമായി പരിണമിക്കണം. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് അത് വിശ്വാസമായിട്ട് വരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് എത്രയോ ശ്രദ്ധയോടുകൂടി വേണം നാം ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കണം. നമുക്കറിയാമല്ലോ. ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ഇന്ന് കണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ദൈവസഭയിൽ ആളുകൾ തമ്മിലുള്ളതായ ഊഷ്മളമായ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ തന്റെ സഹപ്രവർത്തകനെ മകനെ അല്ലെങ്കിൽ കുഞ്ഞെ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നത് എത്രയോ ഒരു ആത്മബന്ധത്തിന്റെ തെളിവാണ്. ഈ ഒരു ആത്മബന്ധമാണ് എല്ലാവർക്കും തമ്മിൽ വേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കൃപാവരത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നാം പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അത് മാത്രമേ ഗുണകരമാകുകയുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടമല്ല, ദൈവാത്മാവ് ഓരോരുത്തർക്കും വിധിച്ചു കൊടുത്തിരിക്കുന്നതായിട്ടുള്ള കൃപാവരത്തിനുള്ളിൽ നിൽക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും യോഗ്യമായിട്ടുള്ള കാര്യം. പിന്നെ ദൈവവചനം സഭയിൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തെറ്റായിട്ടുള്ള ധാരാളം ഉപദേശങ്ങൾ ഉള്ളതായ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നിന്നും വന്ന് അങ്ങനെ ഒരു പശ്ചാത്തലമുള്ളവരായിട്ടുള്ള നമ്മുടെ ഇടയിൽ ദൈവവചനം പഠിക്കുക എന്ന് പറയുന്നത് ഒരു പഠിപ്പിക്കുക എന്ന് പറയുന്നത് യുദ്ധസമാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ആ യുദ്ധത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരിക്കലും ജഡമല്ല, മറിച്ച് ശുദ്ധ ഹൃദയവും നല്ല മനസ്സാക്ഷിയും നിർവ്യാജ വിശ്വാസവുമാണ്. ഇനി ആ മനസ്സാക്ഷിയുടെ ശബ്ദത്തെ, ദൈവാത്മാവിന്റെ ശബ്ദത്തെ കേൾക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല, അതിനെ നാം കൂടെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് സംഭവിക്കുന്നതിന്റെ അന്ത്യം എന്താണെന്ന് നമ്മൾ കണ്ടു. വിശ്വാസ കപ്പൽ തകർന്നു പോയി. അതാണ് അതിന്റെ അന്ത്യം. അങ്ങനെയുള്ള രണ്ടാളുകളെ കുറിച്ചാണ് പിന്നീട് നാം 20-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. നമുക്ക് ശ്രദ്ധയോടെ ജീവിക്കാം. ദൈവനാമ മഹത്വത്തിനായി നമുക്ക് ശ്രദ്ധയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.